അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ ഇനിയും സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളുടെ മുന്നോടിയാണ്. ഇപ്പം മഞ്ചേശ്വരത്തു നിന്ന് വന്ന വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു ദൃശ്യം. കെ സുരേന്ദ്രൻ്റെ ഫ്ലെക്സ് ബോർഡ് നാടൻ ബോംബ് ഉപയോഗിച്ച് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇതിന് തൊട്ട് മുൻപ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF മലപ്പുറം ജില്ലയിൽ മേധാവിത്വം കിട്ടിയ സമയത്ത് മുഴുവൻ സീറ്റുകളും ഈ കഴിഞ്ഞ 3-4 മാസങ്ങൾക്ക് മുമ്പാണല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുന്ന ദിവസം മലപ്പുറത്ത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ നടത്തിയ ഒരു വിജയാഹ്ലാദ പ്രകടനത്തിനകത്ത് ഒരു അമ്പലത്തിന് മുന്നിൽ കൂടി പ്രകടനം പോകുമ്പോൾ ഈ അമ്പലത്തിൽ മുതൽ രാവിലെയും വൈകിട്ടും പാട്ടിടണ്ട എന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ആ വീഡിയോ നമ്മളെല്ലാം കണ്ടതാണല്ലോ. ഇനി മുതൽ ഇവിടെ പാട്ടൊന്നും വിടാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്ന പ്രകോപനം ഉണ്ടാക്കിയാണ്. അവരും മലരും കുന്തിരിക്കവും സൂക്ഷിച്ചോ എല്ലാത്തിനും ഞങ്ങൾ തീർക്കാൻ പോവാണ് എന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ നമ്മുടെ കേരളത്തിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായ സൂചന നൽകുകയാണ്. ഇത്തരം ശക്തികൾക്ക് കേരളം ഒരു വളക്കൂറുള്ള മണ്ണായി ഇതിനകം തന്നെ മാറിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ ഔദ്യോഗികമായി അവർ ഭരണത്തിൻ്റെ ഭാഗമാകുന്നു. ഇനി ഏതൊക്കെ വകുപ്പുകൾ മുസ്ലിം ലീഗിന് കിട്ടാൻ പോകുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ഉപമുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ഒന്ന് അനൂപിലേക്ക് കൂടി പോകണം. അനൂപ്, ഇപ്പോൾ ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനൊക്കെ കടുംപിടുത്തം പിടിക്കുന്നില്ല എന്നൊക്കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖലിയും ഒക്കെ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കാൾ വലിയ വലിയ കാര്യങ്ങളാണ്, വലിയ പദവികളാണ്, അതായത് ഹിഡൻ പദവികൾ എന്ന് നമുക്ക് പറയില്ലേ. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒന്നുമില്ല, പക്ഷേ ചില ഹിഡൻ പദവികളുണ്ട്. അതായത് ഒരു മുന്നണിയെ ഇങ്ങനെ കൊണ്ടുപോകാൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നയാളെ ഒരു ചരടിൽ പിടിച്ച് മറ്റേ ചരടിൻ്റെ അറ്റം ഇവരുടെ കൈകളിലാകും എന്ന് ഉറപ്പിക്കുന്ന രീതിയിലുള്ള ബോഡി ലാംഗ്വേജ് ഒക്കെയാണ് പാണക്കാട് തങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അല്ലെ, പാണക്കാട് സാദിഖലി തങ്ങൾക്ക് അർഹമായ സീറ്റ്, അർഹമായ പദവികൾ ചോദിക്കാൻ അർഹതയുണ്ട്. കാരണം 27 സീറ്റിലാണ്, 27 സീറ്റിൽ 22 അടുത്ത് വെച്ചു. പക്ഷേ ഈ ലീഗിനെ ഇങ്ങനെ UDF ഇങ്ങനെ കയറൂരി വിട്ടതാരാ? അതൊരു വലിയ ചോദ്യം അവശേഷിക്കുകയാണ്. കാരണം 1990 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് UDF ഇടുന്നു, അതായത് ഞങ്ങളിനി UDF ഇടുന്നു എന്ന് പറഞ്ഞു. അത് UDF ഇടുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്നത്തെ CPM-ൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു ഞങ്ങൾക്ക് ലീഗിനെ വേണ്ടെന്ന് പറഞ്ഞു. അന്ന് ലീഗ് വെറും വഴിയാധാരമായി. ആ ലീഗിനെ പിന്നീട് ലീഗ് പോട്ടെ എന്നാണ് അന്ന് കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അന്ന് K കരുണാകരൻ പറഞ്ഞു. അന്ന് കരുണാകരൻ അതിനുള്ളൊരു തൻ്റെടം കാണിച്ചു. പിന്നീടുള്ളവരാരും ലീഗിനെ കാണുമ്പോൾ തൊഴുതാനും കാവാത്ത് മുടക്കാനും പച്ച ലഡു കഴിക്കാനും പച്ച ഷാളി വെക്കാനും ഒക്കെ പോയി. അങ്ങനെ പച്ച ബിരിയാണി പോലും കഴിക്കുന്ന സ്വഭാവത്തിലൊക്കെ കോൺഗ്രസ്സുകാർ പോയി. അങ്ങനെ കോൺഗ്രസിനെ ഇങ്ങനെ കൊണ്ട് താഴ്ത്തിക്കെട്ടി വണങ്ങിയ ആളുകളാണ് ലീഗിനെ ഇപ്രകാരം അപ്രമാദത്തിലേക്ക് നയിച്ചതെന്ന് പറയാം.